നമസ്കാരം. പ്രധാന വാർത്തകൾ. നടന്മാർക്കെതിരായ പരാതി പിൻവലിക്കില്ലെന്ന് ആലുവയിലെ നടി. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു. എന്നാൽ ഈ തീരുമാനം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി നടി വീണ്ടും രംഗത്തെത്തിയത്. താൻ നേരിട്ട അതിക്രമത്തിന് നീതി വേണമെന്നും അതിനാൽ പരാതി പിൻവലിക്കില്ലെന്നും SIT നടപടികളുമായി സഹകരിക്കുമെന്നും നടി വ്യക്തമാക്കി. വയനാട്ടിൽ ഇടത് ക്യാമ്പിൽ പൊട്ടിത്തെറി. CPMനെതിരെ CPI. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്കുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇടത് ക്യാമ്പിൽ പൊട്ടിത്തെറി. തിരിച്ചടിയിൽ കടുത്ത അതൃപ്തിയിലാണ് വയനാട്ടിലെ CPI നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPM നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു. 10,000 പേരെങ്കിലും പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ റാലിയിൽ പോലും പങ്കെടുത്തത് പകുതിയിൽ താഴെ ആളുകളാണെന്നും CPI വിലയിരുത്തുന്നു. CPI സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് CPM കാര്യമായ പ്രാധാന്യം നൽകിയില്ലെന്ന വിമർശനമാണ് CPI ഉയർത്തിയത്. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാം. നാളെ മുതൽ അപേക്ഷിക്കാം. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നാളെ രാവിലെ 11 മുതൽ നൽകാവുന്നതാണ്. ഡിസംബർ 10 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം. മുണ്ടേല മോഹനന്റെ മരണം. CPM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ കുടുംബം. മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനന്റെ മരണത്തിൽ CPM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ കുടുംബം. മോഹനൻ CPMൽ ചേരാത്തതിൽ ശശിക്ക് വൈരാഗ്യമുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബാങ്കിലെ നിക്ഷേപകരെ വെള്ളനാട് ശശി ഇളക്കിവിട്ടു. മോഹനന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തുവിട്ടാണ് കുടുംബത്തിന്റെ ആരോപണം. കുറിപ്പിൽ ശശി അടക്കമുള്ളവരുടെ പേരുകളുണ്ട്. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം പറഞ്ഞു. സ്കൂട്ടറിൽ ടിപ്പറിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം വഴിക്കടവിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ടിപ്പറിടിച്ച യുവാവ് മരിച്ചു. വഴിക്കടവ് സ്വദേശി മുഹമ്മദ് സജാസാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.